പണി കഴിഞ്ഞ് വന്നതാണ് എന്റെ കുട്ടി. അയ്യോ അയ്യോ അച്ഛമ്മ കക്കോട്ട് പണി കഴിഞ്ഞു കക്കോട്ട് പണി കഴിഞ്ഞ് വന്നതാണ്. വെപ്പില്ലേ എന്റെ കുട്ടി? തെങ്ങ് തുറക്കാൻ പോയിന്നോ അച്ഛമ്മ കുട്ടി? അതിനൊക്കെ പോയി കഴിഞ്ഞു. ഒരു പഴം കഴിഞ്ഞോ? ഇല്ല പിന്നെ ഇങ്ങനെയാണ് കുട്ടിക്ക് കൊടുക്കുക. അങ്ങനെയാണോ കൊടുക്കുക? അങ്ങനെയാ കൊടുക്കുക. അച്ഛമ്മക്ക് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത് പരിചയമുണ്ടോ? ആർക്ക്? അച്ഛമ്മക്ക്. എന്റെ കുട്ടികൾക്ക് ഞാനവിടെ വളമ്പിച്ച് കൊടുക്കല. പണ്ട് എങ്ങനെയാ തിന്നാൻ കൊടുക്ക? തിന്നിട്ടില്ലെങ്കിൽ ഇവിടെ കയ്യിന്റെ കാലിൽ ഇവിടെ തള്ളും. അതാ അവിടെ വെക്കും. അതൊക്കെ ഒരു ടോർച്ചർ അല്ലേ? അതൊക്കെ ഒരു ടോർച്ചർ അല്ലേ? ചോർച്ചേ തിന്നാല് അച്ഛൻ അങ്ങനെ തന്നാ തിന്നോ. നോക്ക് മോളെ, എത് കാണു നോക്ക് നോക്ക്. എന്റെ കുട്ടി പാപ്പ തിന്നണ അച്ഛമ്മേ, ഒരാള് പറയാണേ അച്ഛമ്മേനെ എണ്ണ തേച്ചു, വാസന ഒരു രക്ഷയില്ലാന്ന്. വാസന ഒരു രക്ഷയില്ലാന്ന്. ഇല്ലേ? രക്ഷയില്ലാന്ന്. അതെയോ? എന്ന് പറഞ്ഞ എന്താ? ചെവയിലയ്യോ ഇതൊക്കെ പറയുന്നുണ്ട്. അടിപൊളിയാണ്. അടിപൊളിയാന്ന് അങ്ങനെ പറയണ്ടേ? അതിനാണ് രക്ഷയില്ലാന്ന് പറയാ. അടിപൊളിയാ. പിന്നെ കൊറേ ആൾക്കാര് പറയണു നല്ല ഉറക്കം കിട്ടി, മുടി കൊഴിച്ചിലൊക്കെ നിന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മോളെ വിശപ്പിന്റെ തൂക്കം കൂടെ നോക്കിയാ. ഇതാണ് വിശപ്പ്. ഇതാണ് എന്റെ കുട്ടീന്റെ പാപ്പന്റെ തൂക്ക്. എന്തിന് അങ്ങനെ അങ്ങനെ അയ്യോ അങ്ങനെ പഞ്ഞാനി. അപ്പൊ പഞ്ഞാനി അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ നോക്കാണല്ലോ. ഞാൻ എന്റെ കൈ പൊന്തിക്കുമ്പോഴേക്കും വാഴ ആൾക്കാരൊക്കെ എന്താ പൂണ് പാപ്പ ബം 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 ഡം ബം ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ 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 കുടിച്ചോളി. അതാ അപ്പു എന്തൊക്കെയോ പക്ഷികളുടെ ശബ്ദം. രസാ പച്ചക്കറിന്റെ കാറ്റും കൊണ്ട് കൊടുക്കാൻ നല്ല രസാ. അച്ഛ വട്ടെ, അച്ഛ വന്നിട്ട് എന്റെ കുട്ടി തിന്നോളി, അപ്പു തിന്നോളി, അപ്പു തിന്നോളി, അപ്പു തിന്നോളി. അങ്ങനെ നിന്നു. രണ്ട് കൈ തള്ളുവാണ്. അച്ഛമ്മന്റെ കുട്ടി തിന്നോളി. അങ്ങനെ അങ്ങനെ